If you are good at something, never do it for free. ബാറ്റ്മാൻ മൂവിയിൽ ജോക്കർ എന്ന കഥാപാത്രം പറയുന്ന വെറും ഒരു ഡയലോഗാണിത്. പക്ഷേ ഇത് ഒരുപാട് ആളുകൾക്ക് ഒരു കരിയർ അഡ്വൈസായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റും. എന്ത് കഴിവാണെന്ന് കണ്ടെത്തുന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഒരേ ഒരു ചാലഞ്ച്. വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. അതൊന്നും നടക്കില്ല. ഈ ഒരു കാര്യം കേട്ടാണ് നമ്മൾ പലരും വളർന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇൻ്റർനെറ്റിൽ പൈസ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സ്കാം വെബ്സൈറ്റ്സിലൊക്കെ പെട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ബാക്കിയുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഈ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ട് അത് ഏറ്റുപിടിക്കുന്നതായിരിക്കും. അവർ അതൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കുറച്ച് എഫേർട്ട് മാത്രം ഇട്ടാൽ നമ്മൾക്കും ഉണ്ടാക്കാം ഇൻ്റർനെറ്റിലൂടെ പൈസ. കുറച്ച് ഡെഡിക്കേഷൻ മാത്രമാണ് ഇതിന് വേണ്ടത്. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള 2 വഴികളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തേതാണ് ഏറ്റവും എളുപ്പവും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഈ വഴിയാണ്. യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ അതിന് മെല്ലെ മെല്ലെ വ്യൂസ് കിട്ടിത്തുടങ്ങും. അങ്ങനെ കൂടുതൽ വീഡിയോസ് ചെയ്ത് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിടുന്ന വീഡിയോസിൽ ഗൂഗിൾ ആഡ്സെൻസ് വഴി പരസ്യം വന്നു തുടങ്ങും. നിങ്ങളുടെ ഒരു വീഡിയോ വൈറലായാൽ ഈ നമ്പേഴ്സൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിനും ആളുകൾ കാണുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഡോളേഴ്സ് കിട്ടിത്തുടങ്ങും. ഒരു മാസത്തെ പൈസ നമ്മളുടെ ബാങ്കിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവും. ഇടനിലക്കാരോ വേറെ ആപ്സോ യൂസ് ചെയ്യാതെ തന്നെ. എല്ലാവരുടെയും വിചാരം യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ 50,000 രൂപയുടെ ഒരു ക്യാമറയും വില കൂടിയ മൈക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പും ഒക്കെ വേണമെന്നാണ്. പക്ഷേ ഇന്ന് മലയാളത്തിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും വളരെ ചെറിയ നിലയിൽ നിന്നും തുടങ്ങിയതാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് പോലെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയും അതിൻ്റെ തന്നെ മൈക്രോഫോണും ഒക്കെ കൊണ്ട് തന്നെ നമുക്കൊരു ചാനൽ തുടങ്ങാം. മലയാളത്തിലെ ഇപ്പോഴത്തെ മികച്ച ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായ കാർത്തിക് സൂര്യ പണ്ടൊരു കൗതുകത്തിന് അദ്ദേഹം ചെണ്ട പഠിക്കാൻ വീടിനടുത്തുള്ള ചെണ്ട ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലിട്ടു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ ഇന്ന് ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് വ്യൂസ് ഉണ്ട്. ജീവിതത്തിൽ യൂട്യൂബ് ഒരു കരിയർ ഓപ്ഷനായി പോലും വിചാരിക്കാത്ത അദ്ദേഹത്തിന് ഇന്ന് യൂട്യൂബിൽ 4 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി ഒരു മലയാളി യൂട്യൂബിൽ മേക്കപ്പ് വീഡിയോ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്ത് ഫേമസ് ആവുമെന്നൊന്ന് ആലോചിച്ചാലോ? അതൊരു ഇമ്പോസിബിൾ കാര്യമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മലയാളി യൂട്യൂബറായ ഉണ്ണിമായ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇന്ന് അതിന് 1 മില്യൺ അഥവാ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലുണ്ട്. പൊതുവെ 2 തരം ഇൻകംസ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം, മറ്റൊന്ന് പാസീവ് ഇൻകം. നമ്മളുടെ സമയത്തിന് നമ്മൾക്ക് ഒരാൾ പൈസ തരുന്നുവെങ്കിൽ അതാണ് ആക്റ്റീവ് ഇൻകം. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ ചെയ്യുന്നതും എല്ലാം ആക്റ്റീവ് ഇൻകമാണ്. യൂട്യൂബ് വഴി നിങ്ങൾ ഉണ്ടാക്കുന്ന ഇൻകം ഒരു പാസീവ് ഇൻകമാണ്. എന്താണ് പാസീവ് ഇൻകം എന്ന് ചോദിച്ചാൽ അതിനെ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാൻ പറ്റിയാൽ അതൊരു പാസീവ് ഇൻകമാണ്. അതായത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം പാസീവ് ആവുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയെന്നിരിക്കട്ടെ. നിങ്ങളൊരു ദിവസം 6-7 മണിക്കൂർ ചിലവഴിച്ച് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങളൊരു 7 ദിവസം വീഡിയോസൊന്നും ചെയ്തില്ല. പക്ഷേ ആ 7 ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഇരുന്ന് ചെയ്ത വീഡിയോസ് ആൾക്കാർ യൂട്യൂബിൽ കാണുമ്പോൾ പൈസ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ആ 7 ദിവസം നിങ്ങൾ ജോലി ചെയ്തിട്ടില്ല, പക്ഷേ പൈസ കിട്ടുന്നുമുണ്ടാവും. പലരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാതിരിക്കാനുള്ള കാരണം പറയുന്നത് അവർക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയാണ് എന്നാണ്. എന്നാൽ ശരിക്കും ക്യാമറയുടെ മുന്നിൽ മുഖം പോലും കാണിക്കാതെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളാണ് സ്ട്രെൽ എന്ന ബൈക്ക് റിവ്യൂ ചെയ്യുന്ന മലയാളി യൂട്യൂബർ. ഇനി നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനാവശ്യമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നുമില്ലാതെ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ വീഡിയോയിൽ ഇടണമെങ്കിൽ അതിനായി ഡെഡിക്കേറ്റഡായ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. പിക്സാബേ, പിക്സൽസ് എന്നിവ. കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക് വേണമെങ്കിൽ അതിനായി യൂട്യൂബിൽ ഓഡിയോ ലൈബ്രറി പോലുള്ള മികച്ച റോയൽറ്റി ഫ്രീ മ്യൂസിക് കിട്ടുന്ന നിരവധി ചാനൽസ് ഉണ്ട്. വീഡിയോസ് ഉണ്ടാക്കാനാണെങ്കിൽ കൈൻ മാസ്റ്റർ, വിവ വീഡിയോ, ഇൻഷോട്ട് എന്നിങ്ങനെ ഒരുപാട് ഫ്രീ ആപ്സ് ഉണ്ട് മൊബൈലിൽ തന്നെ. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സബ്സ്ക്രൈബേഴ്സ് കൂടുതലാവും തോറും നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവും. അങ്ങനെയായാൽ നിങ്ങളെ ധാരാളം കമ്പനികൾ അവരുടെ പ്രൊമോഷനായി സമീപിക്കും. അതിനുള്ള പ്രതിഫലവും തരും. പെയ്ഡ് പ്രൊമോഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ വഴിയും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പൈസ സമ്പാദിക്കാനാവും.
മലയാളത്തിലെ ധാരാളം പ്രമുഖ യൂട്യൂബേഴ്സ് അവരുടെ വരുമാനം എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രയധികം പൈസ യൂട്യൂബ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്ന്. ഇനി എന്തു തരം ചാനലാണ് തുടങ്ങേണ്ടത് എന്ന് ആയിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാഷൻ ഏതിലാണോ അത് വെച്ച് തന്നെ ഒരു ചാനൽ തുടങ്ങുക. അത് കുക്കിംഗ് ആവാം, ട്രാവൽ ആവാം, ടെക് ആവാം, അല്ലെങ്കിൽ ഗെയിം കളിച്ച് തന്നെ നിങ്ങൾക്കൊരു അടിപൊളി ചാനൽ ഉണ്ടാക്കാം. നിങ്ങളിൽ ഒരുപാട് പേർ പബ്ജി പോലുള്ള ഗെയിംസ് കളിക്കുന്നവരുണ്ടാവും. അങ്ങനെ പബ്ജി കളി കൊണ്ട് മാത്രം 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരു മലയാളി ഗെയിമറാണ് കാസ്ട്രോ ഗെയിമിംഗ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള എക്സ്ക്യൂസസ് പറയാതെ നോക്കുക. ഒരു മൊബൈലും ഇൻ്റർനെറ്റും നിങ്ങളുടെ കൈവശമുണ്ടോ? നിങ്ങൾക്കും തുടങ്ങാം ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ. ഇതിന് സഹായകമായ ഒരുപാട് മലയാളം ട്യൂട്ടോറിയൽസൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ വഴിയാണ് FIVERR.com. ഇതൊരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഇതിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ സ്കിൽസ് ആണ് നിങ്ങളെ സഹായിക്കുക. FIVERRൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിൽ എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ സെക്ഷനിൽ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരു പോസ്റ്റ് ഇടുക. ഇതാവശ്യമുള്ള ആളുകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് തരും. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ അവർ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യും. നിങ്ങളൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആണോ? എന്നാൽ പോലും നിങ്ങൾക്ക് ആ സ്കിൽ ഉപയോഗിച്ച് പൈസ നേടാം. ഇതിന് പ്രധാനമായി 9 സെക്ഷനുകളാണുള്ളത്. ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ, വീഡിയോ ആൻഡ് അനിമേഷൻ, മ്യൂസിക് ആൻഡ് ഓഡിയോ, പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്, ബിസിനസ്, ലൈഫ് സ്റ്റൈൽ, ഇൻഡസ്ട്രീസ്. ഇതിൽ നിന്ന് സ്വന്തം സ്കില്ല് മാത്രം ഉപയോഗിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ കഴിവിൽ സമ്പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതെല്ലാം നേടാം.